ഹായ് എവരി വൺ, AKRPS ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ പോലീസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് പോലീസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഓരോ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഇതിനുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നതായിരിക്കും. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2021 JCB പുരസ്കാര ജേതാവ് M. മുകുന്ദൻ. 2021 JCB പുരസ്കാര ജേതാവ് M. മുകുന്ദൻ. യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. യൂട്യൂബിൻ്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. 2022 ശൈത്യകാല ഒളിമ്പിക്സിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരി. 2022 ശൈത്യകാല ഒളിമ്പിക്സിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഫലത്തിൽ 100% കൃത്രിമ മഞ്ഞുപയോഗിക്കുന്ന ആദ്യത്തെ ശൈത്യകാല ഒളിമ്പിക്സ് ആണ് ബീജിംഗ് ഒളിമ്പിക്സ്. ആരിഫ് ഖാൻ ആൽപൈൻ സ്കീയിങ്ങിൽ 2022 ശൈത്യകാല ഒളിമ്പിക്സിന് യോഗ്യത നേടി. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തേത്, ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണിത്. റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ഗോതമ്പാണ്. ഗോതമ്പിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ഗോതമ്പ് കൃഷിക്ക് ആവശ്യമാണ്. കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? കേരളം, കർണാടക. കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? കേരളം, കർണാടക. താഴെ പറയുന്നതിൽ കേരളത്തിലെ നവോത്ഥാന സംഘടനയിലെ സ്ഥാപകരിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ സി ജാതി നാശിനി സഭ ആഗമാനന്ദ സ്വാമികളല്ലാതെ തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, സാധുജന പരിപാലന യോഗം അയ്യങ്കാളി. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. മൂവ്മെന്റ് ഫോർ ദി സർവൈവൽ ഓഫ് ദി ഒഗോണി പീപ്പിൾ എന്ന പേരിൽ സമാധാന സമരം നയിച്ച വ്യക്തി? കെൻ സാരോ വിവ. മൂവ്മെന്റ് ഫോർ ദി സർവൈവൽ ഓഫ് ദി ഒഗോണി പീപ്പിൾ എന്ന പേരിൽ സമാധാന സമരം നയിച്ച വ്യക്തി കെൻ സാരോ വിവ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിട്ടാണ് താഴെത്തട്ടിലുള്ള കോടതിയോ ട്രിബ്യൂണലോ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ പുറപ്പെടുവിച്ച ഉത്തരവിനെ അസാധുവാക്കാൻ ഉപയോഗിക്കുന്നത്? സെർഷ്യോററി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിട്ടാണ് താഴെത്തട്ടിലുള്ള കോടതിയോ ട്രിബ്യൂണലോ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ പുറപ്പെടുവിച്ച ഉത്തരവിനെ അസാധുവാക്കാൻ ഉപയോഗിക്കുന്നത്? സെർഷ്യോററി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
ജെ.എം. കെയ്ൻസ്. മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ.എം. കെയ്ൻസ്. നന്ദനാർ എന്ന തൂലികാനാമം ആരുടേതാണ്? പി.സി. ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമം ആരുടേതാണ്? പി.സി. ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ബി.എൽ. മിത്തറിന് പകരമായി വന്നത് ആര്? എൻ. മാധവറാവു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ബി.എൽ. മിത്തറിന് പകരമായി വന്നത് എൻ. മാധവറാവു. തൊട്ടുകൂടായ്മയ്ക്കെതിരെ വിനയ് സാമരസ്യ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമേത്? കർണാടക. തൊട്ടുകൂടായ്മയ്ക്കെതിരെ വിനയ് സാമരസ്യ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടക. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1, 4 ശരിയായത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 1981 സ്ഥാപിതമായി കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. പോക്സോ നിയമത്തിലെ സെക്ഷൻ 24 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ. പോക്സോ നിയമത്തിലെ സെക്ഷൻ 24 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ. പൊതുജന ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 268. പൊതുജന ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 268. പോലീസ് ഉദ്യോഗസ്ഥർ നല്ല ആരോഗ്യസ്ഥിതി കാത്തുസൂക്ഷിക്കേണ്ടതാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 30. പോലീസ് ഉദ്യോഗസ്ഥർ നല്ല ആരോഗ്യസ്ഥിതി കാത്തുസൂക്ഷിക്കേണ്ടതാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 30. IT ആക്ടിലെ സൈബർ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? 11. IT ആക്ടിലെ സൈബർ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 11. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം കോടതി മുമ്പാകെ നേരിട്ട് കണ്ട സംഭവത്തെക്കുറിച്ച് വാമൊഴിയാൽ നൽകുന്ന തെളിവ് അറിയപ്പെടുന്നത് ഓറൽ എവിഡൻസ്. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം കോടതി മുമ്പാകെ നേരിട്ട് കണ്ട സംഭവത്തെക്കുറിച്ച് വാമൊഴിയാൽ നൽകുന്ന തെളിവ് അറിയപ്പെടുന്നത് ഓറൽ എവിഡൻസ്. ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് സിവിൽ പോലീസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.